നമസ്കാരം, ഞാൻ ഡോക്ടർ മനോജ് അയ്യപ്പത്ത്. ഞാൻ എറണാകുളത്തിൽ ഗ്യാസ്ട്രോ സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വ്യത്യാസപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് വണ്ണം വയ്ക്കുന്നു? സ്ഥിരമായിട്ട് പല പേഷ്യൻറ്റുകളും എന്നോട് വന്നിട്ട് പറയും, ഡോക്ടറെ ഞാൻ വണ്ണം വെച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഒന്നും കഴിക്കുന്നില്ല, ഒന്നും കഴിക്കാതെ തന്നെ വയറ് വന്ന് വീർക്കുന്നു, വണ്ണം വെച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? നമുക്കതിനെക്കുറിച്ച് ഞാൻ ടോട്ടലി സയൻറ്റിഫിക് ആയിട്ടുള്ള, അതായത് ഫുൾ മെഡിക്കൽ ടേംസ് ഉപയോഗിക്കാതെ വളരെ ലഘുവായിട്ട്, വളരെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. അപ്പം നമുക്ക് വണ്ണം വയ്ക്കുന്ന കാര്യത്തിൽ നമുക്ക് രണ്ട് തരത്തിൽ പേഷ്യൻറ്റുകളെ പിരിക്കാം. ഒരു അസുഖവുമില്ലാതെ വെറുതെ നടക്കുന്ന രോഗികൾ വണ്ണം വയ്ക്കുന്നു, രോഗികളല്ല മനുഷ്യർ വണ്ണം വയ്ക്കുന്നു. മറ്റൊരു ഗ്രൂപ്പ് ഇപ്പോൾ ഹോർമോണൽ വ്യതിയാനങ്ങൾ, തൈറോയിഡ്, അതല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്, അത് എനിക്ക് PCODയുടെ പ്രോബ്ലം ഉണ്ട്, അങ്ങനെ ചില സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിക്കുന്നവർ, ചില ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, അതായത് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവാനായിട്ടുള്ള ചികിത്സ എടുക്കുന്നവർ, അങ്ങനെ ഒരു ഗ്രൂപ്പ്, അത് എന്തെങ്കിലും ഒരു കാരണം പറയാൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പും ഒരു കാരണവുമില്ലാതെ വണ്ണം വയ്ക്കുന്ന ഗ്രൂപ്പും. ഇവർ തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു വൈ ഇറ്റ് ഹാപ്പൻസ്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നമുക്ക് ആദ്യം ഈ ഹോർമോണൽ ഇൻഫ്ലുവൻസും അതിൻ്റെ കാര്യങ്ങളും നോക്കാം. വളരെ സാധാരണമായി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നതാണ് ഹൈപ്പോതൈറോയിഡ്സ്, അതായത് തൈറോയിഡിൻ്റെ അളവ് കുറയുക. അപ്പോൾ അവർ തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നവരുണ്ടാവാം. സോ തൈറോയിഡിൻ്റെ അളവ് ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞാൽ സ്വാഭാവികമായി വണ്ണം വയ്ക്കും. അത് കാരണം തൈറോയിഡ് ആണ് നമ്മുടെ എനർജി പ്രൊഡക്ഷനെ വളരെയധികം, നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഊർജ്ജത്തെ ഉണ്ടാക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. അപ്പോൾ അതിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എനർജി കുറവാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ എനർജി ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള ഒരു സംഗതിയാണ് ഈ ഫാറ്റിൽ നിന്നാണ് കൂടുതൽ എനർജി. അപ്പോൾ ആ എനർജി കുറവ് വേണ്ടിരുന്ന ഒരു രോഗിക്ക് ആ ഫാറ്റ് ഉപയോഗിക്കാതെ അവിടെ കിടക്കുന്നു, അങ്ങനെ ഫാറ്റ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വണ്ണം വയ്ക്കുന്നു. അതാണ് ഈ തൈറോയിഡ് കുറയുമ്പോൾ. അതുപോലെ തന്നെയാണ് ഈ സ്റ്റിറോയിഡ് കഴിക്കുന്നവർ. സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ കൂടുതലായിട്ട് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ വയറിൽ ഇവിടെയൊക്കെ കൊണ്ട് ബോഡി ഡെപ്പോസിറ്റ് ചെയ്ത് വയ്ക്കും. സോ അങ്ങനെയും വണ്ണം വയ്ക്കാം. ഈ ചില ഹോർമോണുകൾ, ഈ ആൻഡ്രജൻ പോലത്തെ അങ്ങനെ വ്യത്യാസപ്പെട്ട ഹോർമോണുകൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നവരിലും ഇതുപോലെ വണ്ണം വയ്ക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. സോ അങ്ങനെയുള്ള രോഗികൾക്ക് ഈ മരുന്നുകളെല്ലാം നിർത്തി നമുക്ക് നോക്കി എക്സസൈസ് ചെയ്താൽ ആ വണ്ണം കുറയ്ക്കാവുന്നതാണ്. തൈറോയിഡിന് പ്രത്യേകിച്ച് മരുന്ന് കഴിക്കേണ്ടി വരും, ആ ഒരു മരുന്ന്. പിന്നെ ചില രോഗികൾക്ക് ഈ PCOD ഉള്ളവർക്ക് PCOD ഉള്ളത് കൊണ്ടാണ് ഡോക്ടർ എനിക്ക് വണ്ണം വയ്ക്കുന്നത്, അതങ്ങനെയല്ല. വണ്ണം വെച്ചത് കൊണ്ടാണ് PCOD വരുന്നത്. അതായത് വണ്ണം വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ കൂടുതൽ ഈ ഈസ്ട്രജൻ, ആൻഡ്രജൻ, ഈ തരത്തിലുള്ള ഈ ഹോർമോണുകൾ വരുന്നതുകൊണ്ട്, ആ വ്യതിയാനം വരുന്നതുകൊണ്ട് ഈ കൂടുതൽ ആൻഡ്രോജനിക് ഹോർമോൺസ് എല്ലാം പുറപ്പെടുവിക്കുന്നതുകൊണ്ടും ആ ഒബീസിറ്റി, ആ തടി വരും. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം തടി കുറയ്ക്കുകയാണ്. അപ്പോൾ അത് PCOD കറക്റ്റാവും. അപ്പോൾ അതിന് പ്രൈമറിലി PCOD കറക്റ്റ് ആയതാൽ വണ്ണം കുറയല്ല, അതായത് വണ്ണം കുറഞ്ഞാൽ PCOD കറക്റ്റാവും. അപ്പോൾ ഒബീസിറ്റിയാണ് അതിനൊരു പ്രധാന കാരണം. അത് പെരിഫറൽ കൺവെർഷൻ ഓഫ് ഈസ്ട്രജൻ ടു ടെസ്റ്റോസ്റ്ററോൺ, അതായത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഈസ്ട്രജനെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണായി കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ PCODയുടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അമിതമായ രോമ വളർച്ച, അങ്ങനെയല്ല. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കൂടുക, ഒബീസിറ്റിയാണ് അതിനൊരു കാരണം. സോ രോഗികളുടെ തെറ്റായ ധാരണയാണ് PCOD ഉള്ളത് കൊണ്ടാണ് വണ്ണം വയ്ക്കുന്നത്. നേരെ തിരിച്ചാണ്, വണ്ണം ഉള്ളത് കൊണ്ടാണ് കൂടുതൽ PCOD വരുന്നത്. കാരണം ഈ പെരിഫറൽ ഫാറ്റ്, അതായത് ശരീരത്തിലെ ഫാറ്റ് ടിഷ്യൂ, ആഡിപ്പോസ് ടിഷ്യൂ ആണ് ഈ കൺവെർഷന്, ഈ ഇൻക്രീസ്ഡ് ഈസ്ട്രജൻ ടു ടെസ്റ്റോസ്റ്ററോൺ കൺവേർഷന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വണ്ണം കുറഞ്ഞാൽ PCOD ശരിയാവും, അതല്ലാതെ PCOD ഉള്ളത് കൊണ്ടല്ല വണ്ണം വയ്ക്കുന്നത്. അപ്പോൾ ഈ വളരെ കോമൺ ആയിട്ടുള്ള ചില മിഥ്യാധാരണകളാണ് ഞാൻ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ ചിലർ പറയും, ഞാൻ ഇന്ന മരുന്ന് കഴിച്ചത് കൊണ്ടാണ് ഞാൻ വണ്ണം വെച്ചത്. അത് വളരെ കുറച്ച് നാൾ കഴിച്ചതായിരിക്കാം, അപ്പോൾ അതുകൊണ്ടായിരിക്കില്ല വണ്ണം വയ്ക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഷോർട്ട് കോഴ്സ് സ്റ്റിറോയിഡ്സ്, ഒരു മാസം സ്റ്റിറോയിഡ് എടുത്തു, ഒരിക്കലും വണ്ണം വയ്ക്കില്ല. അത് സ്റ്റിറോയിഡ് നിൽക്കുമ്പോൾ ആ വണ്ണം അങ്ങ് പൊക്കോളും. അപ്പോൾ അത് പോയിൻ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ണം ഉള്ളപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ ബേസിക്കലി ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല, ഈ മരുന്നും ഈ തൈറോയിഡും ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വെറുതെ നടക്കുന്ന ഒരു രോഗി വണ്ണം വയ്ക്കും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു
ഒരു മനുഷ്യന് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പ്രത്യേകിച്ച് ഒരു 25-26 വയസ്സ് വരയ്ക്കും ഗ്രോത്തും മെയിൻ്റനൻസും ഉണ്ട്. അതായത് വളർച്ചയ്ക്കുള്ള ഭക്ഷണവും ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഭക്ഷണവും നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഒരു 26 വയസ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വളർച്ച അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ വളരാനായിട്ടുള്ള ഗ്രോത്തിനുള്ള എനർജിയും ന്യൂട്രീഷനും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. അതേപോലെ 30 വയസ്സിന് ശേഷം 30-35 വയസ്സിന് ശേഷം സ്റ്റഡീസ് എന്താ പറയുക വെച്ചാൽ 10% പ്രോട്ടീൻ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ 10% കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും. സോ ഈ പ്രോട്ടീൻ കുറയാന്ന് പറഞ്ഞാൽ മസിൽ കുറയാന്ന് അർത്ഥം. ആ മസിലിനാണ് കൂടുതൽ ഊർജ്ജം വേണ്ടത്. ആ കൂടുതൽ ഊർജ്ജം വേണ്ട അവയവങ്ങൾ എന്ത് ചെയ്യും? ഈ ഫാറ്റിനെ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും. സോ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ അളവ് കുറഞ്ഞു വരുന്ന ഒരവസ്ഥയിൽ നമുക്ക് കുറച്ച് ഊർജ്ജം മതി. പക്ഷെ നമ്മൾ കഴിക്കുന്നത് എപ്പോഴും എങ്ങനെ? ഇപ്പോൾ 26 വയസ്സിൽ ഗ്രോത്ത് തീർന്നു എന്ന് പറഞ്ഞാലും നമ്മൾ ആ 26 വയസ്സ് വരെ എന്ത് ഭക്ഷണം കഴിച്ചിരിക്കുന്നോ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ 3 ഇഡ്ഡലി ആയിരിക്കും, ആ 3 ഇഡ്ഡലി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്ര വേണ്ട, നമുക്ക് കുറച്ച് കുറവ് മതി, അതിന് നമുക്ക് മെയിൻ്റനൻസ് മാത്രം മതി. അപ്പോൾ എപ്പോഴും ഒബീസിറ്റി എന്ന് പറയുന്നൊരു വസ്തുത, അതായത് തടി എന്ന് പറയുന്ന വസ്തുത, നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ്, അതായത് എനർജി ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം, അതിൻ്റെ അളവ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നേക്കാളും, അതായത് നമ്മൾ ഉപയോഗിച്ച് തീരുന്നേക്കാളും കൂടുതലാണെങ്കിൽ ബോഡി അതിനെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നത് പിന്നീട് എന്തെങ്കിലും പഷ്ണി വരുമ്പോൾ അത് ഉപയോഗിക്കാമല്ലോ എന്നായിട്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിന് എവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വയ്ക്കുക? ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഏറ്റവും പ്രധാനം ഈ വയറിന് ചുറ്റും നല്ല എളുപ്പമാണ്. ആ സ്കിന്നിന് ചുറ്റും അങ്ങ് കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വയ്ക്കുക. അതുപോലെ വയറിൻ്റെ ഉള്ളിൽ റിട്രോപെരിട്ടോണിയം എന്ന് പറയുന്നത് ഈ അവയവങ്ങൾക്ക് പിന്നിലുള്ളൊരു ഭാഗമുണ്ട്, അവിടെ കൊണ്ടുപോയി വയ്ക്കുക. മീസെൻട്രി, അതായത് ഈ കുടലുകൾക്ക് ബ്ലഡ് സപ്ലൈ കൊണ്ടുപോകുന്ന ഫാറ്റിൻ്റെ ഓരോ കട്ടികളുണ്ട്, അതിന് ഓരോ ലെയറുകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ഇതൊക്കെ ബോഡിയുടെ ഒരു മെക്കാനിസമാണ്. ഈ ഫാറ്റാണ് നമുക്ക് എന്തെങ്കിലും രീതിയിലൊരു പഷ്ണിയോ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വന്ന് ഈ ഫാറ്റ് ഉപയോഗിച്ചിട്ടാണ് ബോഡി നിലനിന്ന് പോകുക. അപ്പോൾ ഈ പോയിന്റിൽ വേറൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം നമ്മളൊരു ഒരു പർട്ടിക്കുലർ വണ്ണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന അവയവവും തലച്ചോറും എന്താ കരുതുന്നത്? ഓക്കെ, ഇതാണ് ഇവൻ്റെ നോർമൽ വണ്ണം. ചിലപ്പോൾ ഒരു രോഗിക്ക് 50 കിലോ ആയിരിക്കാൻ നോർമൽ വണ്ണം, പക്ഷെ അവൻ 70 കിലോ ഉണ്ടെങ്കിൽ ബോഡി ഇവഞ്ച്വലി തലച്ചോറ് ആ 70 കിലോനെയാണ് നോർമലാക്കി നിർത്തുക. ആ 70 കിലോയ്ക്ക് താഴേക്ക് വരാൻ ബോഡി സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഭക്ഷണം കഴിപ്പിക്കും. ഒന്നില്ലെങ്കിൽ തലവേദന വരും, അല്ലെങ്കിൽ തളർച്ച വരും. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കും. എന്തിനാ വെച്ചാൽ ഈ 70 കിലോ മുന്നോട്ട് കൊണ്ടുപോകും. ആ 70 കിലോ നാളെ 90 കിലോ ആണെങ്കിൽ ആ 90 കിലോ ആണ് നമ്മുടെ നോർമൽ. അതിലേക്ക് എങ്ങനെയെങ്കിലും രോഗി തലച്ചോറ് ആ വണ്ണത്തിലേക്ക് കൊണ്ടുവരും. സോ അതിൻ്റെ ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻ, നമ്മുടെ സാധാരണ ജീവിതത്തിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ചില പേഷ്യൻസ് എന്നോട് വന്നിട്ട് പറയും, ഡോക്ടറെ എനിക്ക് വണ്ണം കുറയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം എന്തേ? അത് ഞാൻ കുറച്ച് നാൾ ഷെയ്ക്ക് കഴിച്ചപ്പോൾ എൻ്റെ ഭക്ഷണം വളരെയധികം കുറഞ്ഞു, ഞാൻ ഷെയ്ക്ക് മാത്രം. അപ്പോൾ അതിൽ വസ്തു എന്താണ്? നമ്മൾ ആ ഷെയ്ക്ക് കഴിക്കുമ്പോൾ നമ്മൾ ആ ഷെയ്ക്ക് മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറെ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ആ ഷെയ്ക്ക് കഴിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഇത് വെച്ചിട്ടാണ് നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഗ്രാജുവലി നമ്മളുടെ വണ്ണം കുറയും. പക്ഷേ എന്താ പ്രശ്നം? നമ്മൾ 90 ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറഞ്ഞൊരു 70 ആണെങ്കിൽ നമ്മുടെ തലച്ചോറ് കരുതുന്നത് നമുക്ക് 90 തന്നെയാണ് നമ്മുടെ വണ്ണം എന്നാണ്. അപ്പോൾ നമ്മൾ എന്നീ ഷെയ്ക്ക് നിർത്തി സാധാരണ ഭക്ഷണം കഴിക്കുന്നോ ഉടനെ തന്നെ പതുക്കെ തലച്ചോറ് ഇതിന് പൊക്കി വെയിറ്റ് കൊണ്ടുവന്ന് നമ്മൾ 90ലേക്ക് നിർത്തും. പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് പറയുന്നത് അത് 90 നിൽക്കില്ല, ഒരു ലേശം കൂടെ അങ്ങ് കൂടും, 95. ഇതിനാണ് ഈ പിങ് പോങ് സിൻഡ്രോം എന്ന് പറയുന്നത്. അത് ഈ പെൻഡുല ആടുന്ന പോലെയാണ്, കുറയുന്നു പിന്നെ നോർമലിലേക്ക് വരില്ല, ഒരു ലേശം ഇങ്ങോട്ട് മാറും. അതാണ് ഈ പിങ് പോങ് സിൻഡ്രോം. സോ ഈ വളരെയധികം ഡയറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുള്ള ആൾ തിരിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ മുന്നത്തെക്കാളും കൂടുതൽ വണ്ണം വയ്ക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ സംഗതിയാണ്, ഈ പിങ് പോങ് സിൻഡ്രോമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് സ്ട്രെസ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രോഗികളുടെയും കുറ്റമല്ല വണ്ണം വയ്ക്കുന്നത്, അത് അവൻ്റെ തലച്ചോറിൻ്റെ പ്രശ്നമാണ്. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പർട്ടിക്കുലർ വെയിറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു BMI എന്ന് പറഞ്ഞൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഒരു BMI നമുക്കൊരു 30 വരെ ഉള്ളതാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വണ്ണം കുറയ്ക്കാൻ പറ്റും. ഡയറ്റ്, എക്സസൈസ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഡയറ്റ് തന്നെയാണ്. ഏത് ആളും വണ്ണം വയ്ക്കാൻ കാര്യം ആവശ്യത്തെക്കാൾ കൂടുതൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലാവും വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ഒരു ഡയറ്റ് ചാർട്ട് എടുത്ത് നോക്കിയിട്ട് നമ്മൾ ഇന്ന് എത്ര ഇഡ്ഡലി കഴിച്ചു? 4 ഇഡ്ഡലി. നമ്മളൊരു 25 വയസ്സ് 26 വയസ്സിൽ എത്ര ഇഡ്ഡലി കഴിച്ചു? 4 ഇഡ്ഡലി. ഉടനെ മനസ്സിലാക്കുക
നമ്മൾ അളവ് കൂടുതലാണ്. ഒരേ ഭക്ഷണമല്ല നമ്മൾ 40 വയസ്സിലും 26-കാരനും കഴിക്കേണ്ടത്. 26-ൽ 4 ഇഡ്ഡലി കഴിക്കുന്നെങ്കിൽ ഇന്ന് 3 ഇഡ്ഡലിയോ 2 ഇഡ്ഡലിയോ മതി. അപ്പോൾ ആ ഒരു 1.5 ഇഡ്ഡലിയുടെ കാലറി അവിടെ കിടക്കുകയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം സെയിങ്. നമ്മൾക്ക് ആ ഒരു കറക്റ്റ് ആ ഫുഡ് പാറ്റേൺ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് എക്സസ് ഫുഡ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ബാക്കി എല്ലാ ഭക്ഷണവും. പിന്നെ എക്സസൈസ് നമ്മൾ പ്രായം ചെല്ലുന്നതോറും നമുക്ക് മുട്ടുവേദനയാണ്, നടുവേദനയാണ്, നമ്മൾ നടക്കില്ല, ഒരു എക്സസൈസ് ചെയ്യില്ല. അപ്പോൾ എക്സസൈസ് വേണ്ടോടത്ത് നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 2 വസ്തുതകളിലാണ് നമ്മൾ ആക്ച്വലി വണ്ണം വയ്ക്കുന്നത്. അതല്ലാതെ ഈ ലോകത്ത് ഒരാളും വെറുതെ വണ്ണം വെച്ചിട്ടുള്ള ചരിത്രമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന, നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലാവുമ്പോൾ അത് ബോഡി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ ബോഡിക്ക് ചില മെക്കാനിസംസൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് എല്ലാവരും വണ്ണം വയ്ക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഈ വണ്ണം വയ്ക്കാനുള്ള കാരണം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഡെയിലി എന്നോട് പേഷ്യൻസ് ചോദിക്കുന്നത് കൊണ്ടാണ്, എന്തുകൊണ്ട് ഞാൻ വണ്ണം വയ്ക്കുന്നു, ഒന്നും കഴിക്കാതെ എന്തുകൊണ്ട് വണ്ണം വയ്ക്കുന്നു. ഞാൻ ഒന്നും കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒന്നും കഴിക്കാതെ ഒരു രോഗിയും വണ്ണം വയ്ക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് കാണുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബർ ബട്ടൺ ഞെക്കിയാൽ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. നന്ദി, നമസ്കാരം.